നേരിൻ്റെ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ഹൃദയത്തോടുകൂടെ ഏത് പ്രവൃത്തി ചെയ്താലും അതിൻ്റെ കൂടെ ദൈവമുണ്ടാകുമെന്നത് തർക്കമറ്റ കാര്യമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ശുദ്ധിയാണ് ഏത് പ്രവൃത്തിയുടെയും പിൻപിൽ നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളുടെ കാരണമെന്ന് നാം അറിയണം. ശുദ്ധിയുള്ള ഹൃദയത്തോടുകൂടെ നല്ല ലക്ഷ്യബോധത്തോടെ അധ്വാനിക്കാൻ ശ്രമിച്ചാൽ പരാജയപ്പെടാതെ കാക്കുവാൻ നമ്മുടെ കൂട്ടിന് ദൈവമുണ്ടായിരിക്കും. വളരെ മനോഹരമായ ഒരു കഥ കേട്ടിട്ടുണ്ട്. മാഡ്രിഡിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന വിശുദ്ധനായ ഐസഡോർ എന്ന വ്യക്തിയുടെ കഥയാണ്. ഒരുപക്ഷെ ഈ കഥ സത്യമായ കഥയാവണമെന്നില്ല, പക്ഷെ അതിലെ തത്വം വളരെ ഗൗരവമായ ഒന്നാണ്. ഐസഡോർ എന്ന മനുഷ്യൻ ഒരു കർഷകനായിരുന്നു. പക്ഷെ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അവസരങ്ങളിലും മറ്റുള്ളവരെ സേവിക്കുക എന്നതായിരുന്നു തൻ്റെ ലക്ഷ്യം. അതുമാത്രമല്ല, ദൈവത്തോട് ഏറ്റവും അടുത്ത് ജീവിക്കുക, ദൈവവുമായി നല്ല ബന്ധം പുലർത്തുക. അങ്ങനെ ദൈവത്തോട് നല്ല ബന്ധം പുലർത്തി മറ്റുള്ളവരെ സേവിച്ച് വളരെ പ്രാർത്ഥനയോടെ ജീവിച്ച ഒരു മനുഷ്യൻ. ഏതു തൊഴിലിലും നല്ല ശുദ്ധിയുള്ള ഹൃദയത്തോടുകൂടെ ആ ജോലി ചെയ്യണമെന്നുള്ള നിർബന്ധം ഐസഡോറിനുണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ യജമാനൻ്റെ വലിയ പാടത്ത് മറ്റുള്ള വേലക്കാരോട് ഒരുമിച്ച് നിലമുഴുവാൻ നിയമിക്കപ്പെട്ടു. ഓരോ ദിവസവും മറ്റുള്ള ജോലിക്കാർ സമയത്തെത്തിയാലും ഐസഡോർ സമയത്തെത്താറില്ല. യജമാനൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് സമയത്ത് നീ ജോലിക്ക് വരാത്തത്? ഐസഡോർ മറുപടി പറഞ്ഞത്, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിലും എത്ര വൈകി വന്നാലും മറ്റുള്ളവർ ചെയ്യുന്നതിന് തുല്യമായ ജോലി എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. അതല്ല, ഞാൻ ജോലി ചെയ്യുന്നത് കുറവാണെന്ന് തോന്നിയാൽ എനിക്ക് തരുന്ന പണത്തിൽ കുറച്ച് തന്നാൽ മതി. എന്നാലും എൻ്റെ പ്രാർത്ഥന ഒഴിവാക്കിയിട്ട് ജോലിക്ക് സമയത്തെത്തുവാൻ എനിക്കാവില്ല. യജമാനൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ട് അദ്ദേഹത്തെ പരീക്ഷിക്കാൻ ശ്രമിച്ചു. ഒരു ദിവസം എല്ലാവരും ജോലിക്ക് എത്തിയ ദിവസം അന്നും ഐസഡോർ സമയത്തെത്തി. ഒരൽപ്പം മാറി കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന് ഐസഡോറിനെ യജമാനന് വീക്ഷിക്കാൻ ആരംഭിച്ചു. അല്പം സമയം വൈകി എത്തിയ ഐസഡോർ തൻ്റെ ജോലിയിൽ വ്യാപൃതനായി. സഹികെട്ട യജമാനൻ ഐസഡോറിനെ ശകാരിക്കുവാനും അദ്ദേഹത്തിൻ്റെ കൂലി കട്ട് ചെയ്യുവാനുമായി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്. ആ കുറ്റിക്കാട്ടിൽ നിന്ന് ഐസഡോർ ജോലി ചെയ്യുന്ന പാടത്തേക്ക് നടന്നു വരുമ്പോൾ തൻ്റെ കണ്ണുകൾക്ക് വിശ്വസിക്കുവാൻ കഴിയാത്ത ഒരു കാഴ്ച താൻ കാണും. മറ്റൊന്നുമല്ല, നല്ല വെളുപ്പുള്ള 2 കാളകളെ ഒരു ദൂതൻ ആ പാടത്ത് ഉഴുതുമറിക്കുന്ന കാഴ്ചയാണ്. ഐസഡോറിൻ്റെ യജമാനൻ ഈ കാഴ്ച കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആദ്യമൊക്കെ ഒരു ശങ്ക തോന്നി. വീണ്ടും അദ്ദേഹം അടുത്തു വരുമ്പോൾ ഐസഡോർ തൻ്റെ കാളകളുടെ പിന്നാലെ കൊഴു പിടിച്ചുകൊണ്ട് ആ നിലം ഉഴുതുമറിക്കുകയാണ്. എന്നാൽ ആ വെള്ളക്കാളകളുടെ പിന്നാലെ കൊഴു പിടിച്ചുകൊണ്ട് ഉഴുതുമറിക്കുന്ന ആ ദൂതൻ മറ്റെല്ലാ ജോലിക്കാരെക്കാളും വളരെ മനോഹരമായി കൃത്യമായി ആ പാടം ഉഴുതുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് തന്നെ യജമാനൻ ഐസഡോറിനോട് ചോദിച്ചു, നിന്റെ കൂടെ ജോലി ചെയ്യുവാൻ നീ നിയമിച്ചിരിക്കുന്ന നിന്റെ സഹായികൾ ആരാണ്? ഐസഡോർ പറഞ്ഞു,
എനിക്ക് സഹായികളാരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് ജോലി ചെയ്യുന്നത്. യജമാനന് അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഐസഡോറിൻ്റെ നേരുള്ള ഹൃദയവും ശുദ്ധമായ മനസ്സും ദൈവത്തോടുള്ള ഭക്തിയും തനിക്കു വേണ്ടി ദൈവം ഇടപെടുവാൻ കാരണമാക്കിയെന്നുള്ള സത്യം. അങ്ങനെയാണ് ഒരു പഴഞ്ചൊല്ല് പോലും ഉരുത്തിരിയുവാനിടയായത്. ശുദ്ധമായ മനസ്സിൽ വേല ചെയ്യാൻ തുടങ്ങിയാൽ കൂട്ടിന് ദൈവമുണ്ടാകും. ഈ കഥ ഒരുപക്ഷെ ഒരു മിഥ്യയായിരിക്കാം, പക്ഷേ അതിലെ തത്വം വളരെ ഗൗരവമുള്ളത്. ഏതു പ്രവൃത്തി ചെയ്താലും ശുദ്ധമായ ഹൃദയത്തോടെ ചെയ്യുക. ദൈവബന്ധത്തിൽ അത് ചെയ്യാൻ മനസ്സ് വയ്ക്കുക. തീർച്ചയായും ബാക്കി കാര്യങ്ങൾ ചെയ്തു തരാൻ കൂട്ടിന് ദൈവമുണ്ടാകും. ദൈവത്തോട് കൂടെ നിൽക്കുക. ആരെയും ദുഷിക്കാതെ, എതിർക്കാതെ, അപമാനിക്കാതെ എല്ലാവർക്കും നന്മ ചെയ്യുക. എല്ലാവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുക. ആവുന്നിടത്തോളം സേവനം ചെയ്യുക. അതിൻ്റെ അനന്തരഫലം കൂട്ടിന് ദൈവമുണ്ടാകും. നമുക്ക് വേണ്ടി ദൈവം തന്നെ പ്രവർത്തിക്കും. ഈ തത്വം മനസ്സിൽ സൂക്ഷിച്ച് ആത്മാർത്ഥമായി ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ ചെയ്യൂ. നിങ്ങൾ തോൽക്കാൻ ദൈവം അനുവദിക്കില്ല.